ഗായ്സ്, അപ്പോൾ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അകത്ത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് ഓരോ വയറുകളായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ റെക്കോർഡിംഗ് കൂടി ഉള്ളതാണ്, ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ഉള്ളത്. ഗായ്സ്, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ സാധനം വർക്കിംഗ് ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വേറെ വണ്ടികളൊക്കെ അല്ല നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത്, നമ്മുടെ സ്വന്തം വണ്ടിയാണ്. അതെ, നമ്മുടെ വണ്ടി നമ്മൾ റിവീൽ ചെയ്യണം ഗൈസ്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ സ്വന്തം വണ്ടിയാണ് ഇയോണിൽ. ഇപ്പോൾ നിലവിൽ സാധാ സ്റ്റീരിയോ ആണ് ഇരിക്കുന്നത്. ആ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ആക്കാൻ വേണ്ടി പല വണ്ടിയിലും ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. അപ്പോൾ പഴയ വണ്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മിക്ക ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇതുപോലെ ഇൻബിൽഡ് ആയിട്ട് കമ്പനിയിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത്. അറിയാവുന്നവർ വിട്ടേക്കല്ലേ, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതേ നോർമലി വരുന്ന ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വലിയൊരു 9 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. 9 ഇഞ്ച് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വരുമ്പോൾ ഇവിടെ എങ്ങനെയാവും, AC-യുടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാവും എന്നുള്ളതാണ്. റിവേഴ്സ് ക്യാമറ അല്ലേ? റിവേഴ്സ് ക്യാമറ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് എന്നുള്ളതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സംഭവം കാണിച്ചു കൊടുക്കാം അല്ലേ. റിവേഴ്സ് ക്യാമറയും 9 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റവും ഇതാണ് നമ്മുടെ സ്പോൺസർ ചെയ്താണ്. ഇതാണ് നമ്മുടെ 9 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം. ഇതാണ് റിവേഴ്സ് ക്യാമറ. ഇത് നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്താണ്. അപ്പോൾ നമുക്ക് ന്യൂമറിസ് കാർസ് കേരള, നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നത് അവിടെയാണ്. ന്യൂമറിസ് കാർസ് കേരള എന്ന് പറയുന്ന ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂസ്ഡ് കാർ ഷോറൂമാണ് നമുക്ക് സ്പോൺസർ ചെയ്തേക്കണം. അപ്പോൾ ഈ സെയിം ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അതുകൂടാതെ നമ്മളൊരു ഷോപ്പിൽ പോയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഷോപ്പിലും ഇതുപോലത്തെ ഐറ്റംസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്ത് തരുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ചെയ്യണത്. അതും ആലുവയിൽ തന്നെയാണ്. ഇതും ആലുവയിൽ തന്നെയാണ്. ന്യൂമറിസ് കാർസ് കേരളയുടെ 2 ഷോറൂമുള്ളതും ആലുവയിൽ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കിടിലൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരുപാട് വലിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ വലിച്ചു കിട്ടി. നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. പക്ഷേ അപ്പോൾ നമ്മൾ വണ്ടി എവിടെയാണ് പണിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് പണിയുന്നത്? കാർ അലയൻസ് എവിടെയാണ് നമ്മൾ സ്റ്റീരിയോ കയറ്റുന്നത് കേട്ടോ. വാ, വണ്ടി ഇത് ഇവിടെ കയറ്റി ഇട്ടിട്ടുണ്ട്. ഇതും ആലുവയിൽ തന്നെയാണ് കേട്ടോ ലൊക്കേഷൻ. അപ്പോൾ നമ്മുടെ ചേട്ടനത് പണിയാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇൻബിൽഡ് സ്റ്റീരിയോ ആണ്. ഇവിടെ AC-യുടെ കൺട്രോൾ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്ത് 9 ഇഞ്ചിൻ്റെ സ്ക്രീൻ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഇവിടുത്തെ ചേട്ടനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു? എൻ്റെ രാജു. കാർ ലൈൻസ് ചേട്ടൻ്റെ കേട്ടോ. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഇയോണിൽ ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുമായിരിക്കും? ഇയോണില് ചെയ്തിട്ട് സമയം എടുക്കുന്ന വർക്കാണ്. AC-യുടെ കൺട്രോളിംഗ് മുഴുവൻ ഊരിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ആ സെന്ററിൽ തന്നെ വന്നായിരുന്നു. സെന്ററിൽ AC-യുടെ കണക്ടറൊക്കെ ഊരിയിട്ട് വേണം നമുക്ക് ചെയ്ത് കേബിളൊക്കെ പിടിച്ചിട്ട് രണ്ടാമത് ചെയ്യണം. ഒരു 3 മണിക്കൂറോളം സമയം എടുക്കും. സാധാ സെറ്റുകളാണ് നമുക്ക് 3/4 മണിക്കൂർ. സാധാ വണ്ടിയാണ്. അതായത് AC-യുടെ ഇന്നോവ സ്വിഫ്റ്റ് പോലത്തെ വണ്ടികളാണെങ്കിൽ ഡിഫറൻസ് പാനൽ മാത്രം ഊരിയാൽ മതി. ഇത് AC-യുടെ കൺട്രോളിംഗ് കൂടി അതുമുണ്ട്, പാനലുമുണ്ട്. അപ്പൊ അതും കൂടി വരുന്നതുകൊണ്ട് ഒരു 2-3 മണിക്കൂർ പിടിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പണി തുടങ്ങാല്ലേ? ശരി. അപ്പോൾ നമ്മുടെ വർക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ AC-യുടെ സംഭവങ്ങളെല്ലാം അടിക്കേണ്ട കാരണം കുറച്ച് പണിയാണ്. ഒരു 2-3 മണിക്കൂറത്തെ പണി ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പുള്ളിക്കാരൻ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം അല്ലേ? ഐസപ്പോൾ മൊത്തം അഴിച്ച് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ടോ നോക്കി. നമ്മുടെ സെൻറ്ററിലുള്ള സംഭവങ്ങളെല്ലാം അഴിച്ച് AC-യുടെ സംഭവങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റീരിയോ അവിടെ എല്ലാം അന്തവഴി ആക്കിയിട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങിയിട്ടുള്ളൂ. ഐസ് ഇതിൻ്റെ വണ്ടിയിൽ ഓൾറെഡി ഒരു ക്യാമറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്യാമറ നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ കമ്പനി ചെയ്ത് തന്ന ക്യാമറയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് വലിയ ക്യാമറ, ഈ ക്യാമറ ആരും ഇപ്പോൾ ചെയ്യണില്ല. അപ്പോൾ ഈ വലിയ ക്യാമറയുടെ അവിടെ നമ്മൾ കൊണ്ടുവന്ന ക്യാമറ വെക്കാൻ പറ്റില്ല. നമ്മുടെ കൊണ്ടുവന്ന ക്യാമറ ചെറുതാണ്. അപ്പോൾ ഈ ഹോളിൽ കയറാത്തതുകൊണ്ട് അതങ്ങനെ വെച്ചിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ
ചെറിയ വേറെ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഇത് സ്റ്റാൻഡുള്ള ടൈപ്പാണ് കേട്ടോ, മുകളിൽ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കുന്ന പോലത്തെ. അപ്പോൾ അത് ഹോളടിച്ച് ഡ്രില്ല് ചെയ്താണ് കയറ്റണത്. അതാകുമ്പോൾ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുമൊന്നുമില്ല. കാണുമല്ലേ, കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല അല്ലേ. ആൾക്കാർ നോക്കുമ്പോൾ ഇതൊന്ന് 2 ക്യാമറ ചെയ്യണമെന്നായിരിക്കും, വണ്ടി ഭയങ്കര സെറ്റപ്പാന്നായിരിക്കും അല്ലേ. സെക്യൂരിറ്റിയുടെ ഭാഗമായി 2 ക്യാമറ വെച്ച വണ്ടിയാണോന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. അതെ, ക്യാമറ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക്. എന്നാലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെക്കുമ്പോൾ ക്യാമറ കൂടി വേണമല്ലോ. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ക്യാമറയുടെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഷോപ്പിനകത്തുനിന്ന് കയറി നോക്കാം കേട്ടോ. ഷോപ്പിനകത്ത് അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ മൊത്തം ഇൻഫോർടൈൻമെന്റ് സിസ്റ്റങ്ങളാണ്. ഇവിടെ ഇതൊക്കെ എന്ത് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്? സ്റ്റാർട്ടിങ് 17 അല്ല, സ്റ്റാർട്ടിങ് 6 രൂപ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഫ്രണ്ട് ബാക്ക് ക്യാമറ അടക്കം ഉള്ളത്. ഇതൊക്കെ റെക്കോർഡിംഗ് കൂടി ഉള്ളതാണ്. ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ഉള്ളത് ബ്രാൻഡഡ് ആണ്. ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് പറയുമ്പോൾ ക്യാമറ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉണ്ടാവും. നമ്മൾ ഓൺ ദി വേ ഫുൾ റെക്കോർഡിംഗ് ആയിക്കോളും. പെൻഡ്രൈവിലേക്ക് റെക്കോർഡിംഗ് ആയിക്കോളും. ഇതും ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ഉള്ളതാണ്. ഇതൊക്കെ നമുക്കൊരു 21 രൂപ റേഞ്ച് വരും. അത് 9 ഇഞ്ച്. അതെ അതെ, ഇത് ഇരിക്കുന്ന നല്ല ആൻഡ്രോയിഡ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇപ്പോൾ ഒരു 24,000 രൂപ വരും. ഇതൊക്കെ ഒരു 12-18 റേഞ്ച്. ഇതാകുമ്പോൾ ഒരു 33 രൂപ. 360 ക്യാമറ. ഇതൊരു 40 സംതിങ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് സിം ഇടാവുന്ന ടൈപ്പാണ്. ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ആണ്. നമ്മൾ നെറ്റ് ഷെയർ ചെയ്യണ്ട, ഇൻക്ലൂഡിങ് അതിനകത്ത് സിം ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നെറ്റ് നമ്മുടെ ഫോണിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ട. ചിലവര് സെറ്റ് സ്ലോ ആയി പോകണമെന്നുള്ളൊരു പരാതിയുണ്ട്. മാക്സിമം നെറ്റ് കവറിങ് നെറ്റ്വർക്ക് കവറേജ് കിട്ടാനായിട്ട് നമ്മൾ അതുകൂടാണ്ട് നോർമൽ സ്റ്റീരിയോകളുണ്ട്. ഇതിപ്പോ വളരെ കുറവാണ് ചെയ്യുന്നത്. എല്ലാരും ആൻഡ്രോയിഡിലേക്ക് മാറി. ഡബ്ല്യൂൻ വരെ നിന്ന്. ഇപ്പൊ ഡബ്ല്യൂനൊന്നും ആരും ചെയ്യണില്ല. ഇതൊക്കെ ഒരു 2,500 രൂപ റേഞ്ച്. 15 വരുമ്പോ ഒരു 6 രൂപ ആ റേഞ്ച് വരും. സബ് ബൂഫറുണ്ട്. അണ്ടർ സീറ്റ് സബുകളാണ് ഇരിക്കണൊക്കെ. പിന്നെ അത് ഒക്കെ ആമ്പ്, പൈനിയറിന്റെ ആമ്പ് ബ്രാൻഡഡ് സ്പീക്കറുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ലോക്കലില്ല. പൈനിയർ ആൽഫൈൻ സ്പീക്കർ അപ്പുറത്ത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പീക്കർ അതുപോലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതൊക്കെ സെൻട്രൽ ലോക്ക് ഐറ്റം നമ്മൾ കോംബോ ഓഫറിലാണ് എടുക്കണം. 10 പീസ്, 15 പീസ്, 25 പീസ്. ഇതെല്ലാം സെൻട്രൽ ലോക്ക്. ഇപ്പൊ സാധനം ഇറക്കിയിട്ട് വെച്ചുള്ളൂ. നമ്മൾ 10 എണ്ണം 20 എണ്ണം വെച്ച് എടുക്കണം സെൻട്രൽ ലോക്ക്. സെൻട്രൽ ലോക്ക് ചെയ്യണേ എത്ര? അത് ഓരോ വണ്ടിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. മീഡിയം റേഞ്ച് ഒക്കെ ഒരു 5 രൂപ റേഞ്ച്, 4,500, 5 രൂപ റേഞ്ച്. അപ്പൊ കാർ സീറ്റ് അപ്പോൾസ്റ്ററി എല്ലാം ചെയ്യണില്ല? എല്ലാം ഉണ്ട്. കാറുമായിട്ട് ബന്ധപ്പെട്ട കാറിന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. മെക്കാനിക്കൽ വർക്ക് അല്ല, അക്സസറീസ് ഭാഗമായിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഇതൊക്കെ മാറ്റ്. ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് മാറ്റുകൾ 5D മാറ്റ്. 5D മാറ്റ് അല്ലേ? ഇത് ഒറ്റ പ്രാവശ്യം മേടിച്ചാൽ മതിയാവും. ആ വണ്ടിക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തും കേടാവില്ല. ഇതിനൊക്കെ എന്ത് റേറ്റ്? സ്ലിപ്പ് ആവൂല. എല്ലാവർക്കും മാറ്റിനകത്തൊരു പേടിന്ന് വെച്ചാൽ സ്ലിപ്പായി പോകും, ആക്സിലേറ്റർ മുടക്കണം എന്നുള്ള പരാതിയാണ്. ഇത് അതുണ്ടാവില്ല. എന്ത് റേറ്റ് വരും? ഇത് 3,500, 4,500 അങ്ങനെ പല പല ഓരോരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. 6 രൂപ. ഇതൊക്കെ ആകുമ്പോൾ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ കേടാവില്ല. ഈ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞേട്ടാ? ഇത് മാതയുടെ അവിടുന്ന് പെരുമ്പാർ റോഡ്, ട്രാൻസ്പോർട്ട് റോഡ് ഇറങ്ങി വരുമ്പോൾ പാസ്പോർട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് ഒരു 150 മീറ്റർ കഴിയുമ്പോൾ ഇടത്തെ സൈഡില്. എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. ലൊക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഓടിച്ചിട്ടൊന്നും നോക്കിക്കോളൂ. എല്ലാ വണ്ടിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാനും പറ്റും. മ്യൂസിക് സിസ്റ്റം, സീറ്റിന്റെ കവറ്, 3D മാറ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിന്റെ പേര് വരുന്നത് കാർ അലയൻസ് കേട്ടോ. മറക്കണ്ട. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ AC അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം, AC-യുടെ വെന്റ്, AC-യുടെ ബ്ലോവർ കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വെച്ച് ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇതിങ്ങനെ ഇരിക്കും. ഇതിന് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ആൻഡ്രോയിഡ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഡാഷ്ബോർഡ് സംഭവങ്ങളൊക്കെ കഴിച്ച് ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ സെറ്റപ്പ് ആവും എന്ന് വിചാരിക്കുന്നു. ഇല്ല ഉണ്ണിയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അകത്ത് ഫിറ്റ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ ബായി അതുകൊണ്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഫിറ്റിംഗ് പരിപാടികൾ. ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് ഓരോ വയറുകളായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ നമുക്ക് വണ്ടിയിൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കാം. നൈസ്. ഇത് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സംഭവമൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. ടച്ചൊക്കെ വർക്കിംഗ് ആണ്. സംഭവം കുഴപ്പമില്ല കേട്ടോ. ആൻഡ്രോയിഡ് യൂട്യൂബൊക്കെ ഉണ്ടോ? യൂട്യൂബ് ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് കറക്റ്റായിട്ട് കെറ്റിയിട്ടില്ല. വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഗായ്സ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ സാധനം എന്തേ വർക്കിംഗ് ആയിട്ടുണ്ട്. ടച്ചൊക്കെ നല്ല പ്രോപ്പറാണ് കേട്ടോ. ആണോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടച്ചിങ് ആണ്. FM ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് റിവേഴ്സ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആ എക്സ്ട്രാ ക്യാമറ ചെയ്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ്. കുഴപ്പമില്ല, നമ്മുടെ വണ്ടിക്ക് ഇതൊക്കെ മതി അല്ലേ. ബാഡല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നമുക്ക് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. പിന്നെ പാട്ട് ഞാൻ ഫുൾ വോളിയത്തിൽ വെച്ച് കാണിക്കുന്നില്ല, കോപ്പി റൈറ്റ് അടിക്കുന്ന കാരണം. അപ്പോൾ സെറ്റപ്പ് ആയിട്ടുണ്ടല്ലേ കാണാൻ? സെറ്റപ്പ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ രൂപം തന്നെ മാറിയിട്ടുണ്ട്. യെസ്, കണ്ട മനസ്സിലാവും ബിഫോർ ആഫ്റ്റർ. അതെ. ആദ്യത്തെ ആ ഒരു സംഭവം ഞാനിവിടെ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സംഭവം രണ്ടാമത്തെ സംഭവം കൂടി നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഇവിടെയുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം പോകും. ഞാനും ഓർക്കണല്ലോ എങ്ങനെയായിരുന്നു ഇരുന്നേന്നുള്ളത് പണ്ട്. ഇവിടെ എനിക്ക് ചെറിയ ഡിസ്പ്ലേ ഇൻബിൽഡ് വന്ന ഡിസ്പ്ലേ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പച്ച കളറിലെ. ഇത് കുറച്ച് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇത് വലിയ സംഭവമായിട്ടൊന്നും കാണിച്ചല്ലോ കേട്ടോ. ഇത് കുറെ ആളുകൾക്ക് ഇങ്ങനെ സംശയമുണ്ട് നമ്മുടെ നോർമൽ ഇൻബിൽഡ് വണ്ടിയിൽ വന്നത് ഇതിനകത്തേക്ക് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് ഈ ഒരു പാനൽ ഉണ്ടല്ലോ, ഈ പാനൽ അസറി ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അതായത് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം കയറ്റാനുള്ള, അത് ഏത് വണ്ടിക്കാണോ ആ വണ്ടിയുടെ പാനൽ ആ അസറി ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇയോണിൻ്റെ പാനൽ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഷോപ്പിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ആലുവയിലാണ് ഷോപ്പ് വരുന്നത്. കാർ ലൈൻസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. നമ്മുടെ ബായിയുടെ പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബായിയുടെ പേരെന്താ? സദാം ബായി ഉണ്ടോ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്തെങ്കിലും സംശയം കോൺടാക്ട് നമ്പർ കൊടുക്കാമല്ലോ. അപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയോ കാര്യങ്ങൾ ഇതുപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം, പിന്നെ മ്യൂസിക് സിസ്റ്റം, അപ്പോൾസ്ട്രി, കാറിൻ്റെ അപ്പോൾസ്ട്രി വർക്ക്, അങ്ങനെ കാർ ആക്സസറീസുമായിട്ട് എന്ത് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആലുവയിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.